പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം കാട്ടാക്കട കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളും വെള്ളനാട് നിവാസിയുമായ രാജേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്ക് SLC പരീക്ഷാഫലം വന്നു നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ SLC പരീക്ഷാഫലം വരുമ്പോൾ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും, ഒരുപക്ഷെ കുട്ടികൾക്കായാലും കൂടുതൽ രക്ഷിതാക്കൾക്ക് വളരെ ആശങ്കയുണ്ട്. ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ തിരിഞ്ഞ് പഠിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ. അതായത് ബയോളജി ആണോ വേണ്ടത് നല്ലത്, അല്ലെങ്കിൽ മറ്റേ ഹയർ സെക്കൻഡറി ആണോ വേണ്ടത്, പിന്നെ VHSC ആണോ വേണ്ടത്, എന്നൊക്കെ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ സാറിനും ഒരുപാട് രക്ഷിതാക്കൾ ഇത്തരം സംശയങ്ങൾ സാറിനോട് ചോദിച്ചിട്ടുണ്ടാവാം ഉറപ്പായിട്ടും. അപ്പോൾ സാറിന് എന്താണ് ഈ കുട്ടികളോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് ഒരു ആമുഖമായിട്ടൊന്ന് പറയാനുള്ളത്? ആമുഖമായിട്ട് പറയാനുള്ളത്, ആശങ്ക വേണ്ട എന്ന് തന്നെയാണ്. യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കാരണം ഇന്നിപ്പോൾ കേരളത്തിൽ ജയിച്ചിട്ടുള്ള SLC പരീക്ഷ പാസ്സായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഒരുപക്ഷെ കിട്ടിയില്ലാന്ന് വരും. പക്ഷേ കേരളത്തിൽ മൊത്തം സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ ഇപ്പോൾ ജയിച്ച വിദ്യാർത്ഥികളെ മൊത്തം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അതിപ്പോൾ ഹയർ സെക്കൻഡറി ആയാലും VHSC ആയാലും അതുപോലെ തന്നെ ITIകളായാലും പോളിടെക്നിക്കുകളായാലും അങ്ങനെ നിരവധി, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളായാലും അങ്ങനെ നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. പിന്നെ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉദ്ദേശിച്ച കോഴ്സ് കിട്ടണമെന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ല, എല്ലാവർക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ അവരവർ പഠിച്ച സ്കൂളിൽ അങ്ങനെ വേണം. പിന്നെ ഈ എന്താണ് ഈ ബയോളജി സയൻസ്, അതായത് ഓരോ കുട്ടിക്കും കിട്ടുന്ന മാർക്കിനും അവരുടെ ഒരു കഴിവുമുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഒരു പക്ഷേ രക്ഷിതാക്കളുടെ ചിന്തകൾ. ഒരു പക്ഷേ ഇവർക്ക് ഒരു ചെറിയൊരു കോഴ്സിൽ പഠിച്ചാൽ പോലും ഇവർക്ക് പിന്നെ പഠിച്ചാൽ ഏത് ലെവലിൽ വേണോ ഉയർന്നു പോകാനുള്ള സാധ്യത ഇക്കാലത്തുണ്ട്, അല്ലേ? പക്ഷെ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ബയോളജി സയൻസിൽ തന്നെ തുടങ്ങണോ എന്നും അങ്ങനെയുള്ള ചില ആശങ്കകൾ രക്ഷിതാക്കൾക്കില്ലേ? അതുകൊണ്ട് തീർച്ചയായും. കാരണം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ചും തിരുവനന്തപുരം ഈ തെക്കൻ മേഖലയിലുള്ള രക്ഷിതാക്കള് കൂടുതൽ പേരും സയൻസ് വിഷയങ്ങളാണ് പ്രിഫർ ചെയ്യുന്നത്, പ്രത്യേകിച്ചും ബയോളജി ഓപ്ഷനായിട്ട് വരുന്ന സയൻസ്. അതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മറ്റ് കോമ്പിനേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ എന്താ പറയാ, മിക്ക രക്ഷിതാക്കളുടെയും ഒരു ലക്ഷ്യം മക്കള് സയൻസ് കഴിഞ്ഞ് അല്ലെങ്കിൽ മെഡിക്കൽ ആ ഫീൽഡിലേക്കൊക്കെ വരണമെന്ന് താല്പര്യമുള്ളതാണ്. പൊതുവെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ താല്പര്യത്തിനല്ല രക്ഷിതാക്കൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളതാണ്. പലപ്പോഴും രക്ഷിതാക്കളുടെ ആഗ്രഹത്തിന് ഒപ്പിച്ച് കുട്ടികളെ ആ കോഴ്സ് സെലക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അത് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ടിന്റെ എണ്ണം നോക്കിയാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഫർദർ സ്റ്റഡിയിൽ അവരുടെ +2 കഴിഞ്ഞ് വരുന്ന റിസൾട്ട് നോക്കിയാലും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യാറുണ്ട്. കാരണം അവർ മിക്കവാറും പിന്നെ താല്പര്യമില്ലാത്ത കോഴ്സ് നിർബന്ധിച്ച് രക്ഷിതാക്കൾ എടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ഈ ഹയർ സെക്കൻഡറി ലെവലിൽ കാണുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ പിന്നീട് ചോദിക്കുമ്പോൾ, ഒരു പഴത്തിൽ പുറകോട്ട് പോകുമ്പോൾ ചോദിക്കുമ്പോൾ പറയും രക്ഷിതാക്കൾ നിർബന്ധിച്ചു, അല്ലെങ്കിൽ വീട്ടിലെ അമ്മാവന്, അച്ഛന്, അമ്മാവന്, അമ്മമ്മയ്ക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് എടുത്തു എന്നാണ്. അവന്റെ താല്പര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികളുടെ താല്പര്യത്തിന് നോക്കി അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നോക്കിയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാര്യത്തിൽ ഒരു ഏത് കോഴ്സ് എടുക്കുന്നതിന് സമയത്ത് ആശങ്കയെ വേണ്ട. കാരണം നമ്മുടെ തൊഴിലിന്റെ മേഖല മാറി, പിന്നെ നമ്മുടെ വർക്കിന്റെ നമ്മൾ ഏത് മേഖലയിലേക്ക് സാധ്യതകൾ മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സയൻസ് പഠിച്ചാലേ ജോലിയുള്ളൂ, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചാലേ ജോലിയുള്ളൂ, അങ്ങനെ ഒരു ഇതില്ല. നാട്ടുപ്രദേശത്തുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു സാധ്യതകളാണ് ഈ സർക്കാർ കൊണ്ടുവന്ന മറ്റേ VHSC തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഒരു പക്ഷെ അതിനോട് നമ്മൾക്ക് അടുത്ത് നിൽക്കുന്ന പലർക്കും പെട്ടെന്ന് ജോലി കിട്ടിയ പലരെയും നോക്കിയാൽ അവർ VHSC ഇത്തരം കോഴ്സുകളിലൂടെ വന്നവരായിരിക്കും. പക്ഷെ അത് എടുക്കാൻ എന്താണ് തുടർ പഠനത്തിന് ഇപ്പോഴും കുട്ടികൾക്കൊരു, അല്ല രക്ഷിതാക്കൾക്ക് ഇപ്പോഴും അതിലേക്ക് പോകാൻ ഒരു മടിയുണ്ട്. ഇപ്പോൾ വൊക്കേഷണൽ കോഴ്സുകൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വെള്ളനാടിന്റെ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട്, പിന്നെ മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിലായി അതിന്റെ സ്ട്രക്ചർ ഒന്ന് മാറി. നേരത്തെ നമുക്ക് LSM
അല്ലെങ്കിൽ പിന്നെ MLT അങ്ങനെയുള്ള കോഴ്സുകളായിരുന്നു. ഇപ്പോൾ അത് നാഷണൽ കരിക്കുലം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സ്ട്രക്ചർ തന്നെ ആകെ മാറിയിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോൾട്രി പേര് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു മടിയുണ്ട്. പോൾട്രി ഫാമിംഗ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് പഠിക്കുന്നത്. ഇവർക്ക് പെട്ടെന്ന് മറ്റേ ഈ കർഷകന്റെ അതെ, പണ്ട് ഇപ്പോൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുള്ള VHSC-കാർക്കാണ് നമ്മൾ നോക്കിയാൽ. പക്ഷെ ആ പേരങ്ങ് മാറി. അപ്പൊ അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോൾട്രി ഫാമിംഗ് ആയാലും അല്ലെങ്കിൽ പിന്നെ ഈ ലൈഫ് സ്റ്റോക്കിന്റെ വേറൊരു കോഴ്സാണത്. അതുപോലെ MLT-യുടെ തന്നെ ആ പേര് മാറിയിട്ട് ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ പേര് മാറിയപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് ഒരു ജാള്യതയുണ്ട്. എന്റെ മോൻ പോൾട്രി ഫാമിംഗ് ആണ് പഠിക്കുന്നതെന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ കോഴ്സിന് ഇപ്പോൾ പിന്നെ LSM പിന്നെ പോലെ തന്നെ PSC അപ്രൂവൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മെഡിക്കലിൽ ഒരുപാട് കോഴ്സുകളാണ് വെറൈറ്റി ആയിട്ടുള്ളത്. മെഡിക്കൽ എന്ന ഒറ്റ ഫീൽഡിൽ തീർച്ചയായും ഒരുപാട് കോഴ്സുകൾ, അതിനനുസരിച്ചുള്ള ജോലി സാധ്യതകളും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് അതിലേക്ക് എത്തുന്നില്ല. ഈ പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ നമ്മളോടൊക്കെ പഠിച്ചവർ ഒത്തുകൂടുമ്പോൾ അവർ നല്ല പഠിക്കുന്ന ആൾക്കാർ, കുട്ടികൾ നമ്മളോടൊപ്പം പറയാറുണ്ട്, ഞങ്ങളെ നല്ലൊരു ദിശയിലേക്ക് തിരിച്ചു വിടാൻ അന്നത്തെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വേറൊരു ലെവലിലേക്കൊക്കെ മാറുമായിരുന്നു. പക്ഷെ അന്നത്തെ വിഷയം നമുക്കറിയാം. നമ്മളെയൊന്നും പിന്നെ ഇന്ന കാര്യത്തിലേക്ക് തിരിഞ്ഞ് പഠിക്കണം എന്നുള്ളൊരു ബോധം അന്നത്തെ രക്ഷിതാക്കൾക്കില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിച്ചോ എന്നുള്ളൊരു, പഠിച്ചാൽ പഠിപ്പിക്കാം എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷെ ഇന്ന് ഒരു പക്ഷേ കൂടിപ്പോയി എന്നുള്ളത്. കാരണം വെച്ചാൽ കുട്ടിക്കും രക്ഷിതാക്കൾക്കും ബോധ്യമുണ്ട്, ഇന്നത് പഠിക്കണം, എൻ്റെ കുട്ടി ഇന്നതാവണമെന്ന് രക്ഷിതാവിനും. അത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ അവരുടെ ചിന്ത വേറെ ആയിരിക്കും, കുട്ടികൾക്കും അവരുടെ ചിന്തകൾ വേറെ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു മത്സരം ഇപ്പോൾ പല വീടുകളിലും ഉണ്ട്. ചില കുട്ടികളോട് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് പല സ്ഥലത്തും നടക്കുന്നത്. കാരണം ആ കുട്ടിക്ക് ജനുവിനായിട്ട് ഇപ്പൊ മേത്സ് പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു കുട്ടിയെ മേത്സിന്റെ കോഴ്സിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, അവനത് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചില ആൾക്കാർക്ക് ബയോളജി ആയിരിക്കും ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ വിവിധ കോഴ്സുകളാണ്. ഉദാഹരണത്തിന് ഈ സയൻസ് എന്ന ഒറ്റ സ്ട്രീം എടുത്താൽ അതിൽ 9 വെറൈറ്റി സബ്ജക്ട്സ് ഉള്ള കോമ്പിനേഷൻസ് ഉണ്ട്, സബ്ജക്ട് കോമ്പിനേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ബയോളജി വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പോൾ ബയോളജി പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിക്ക് കമ്പ്യൂട്ടർ എടുത്ത് പഠിക്കാം. മേത്സ് പഠിക്കാൻ താല്പര്യമില്ല ആ കുട്ടിക്ക് വേണമെങ്കിൽ ഹോം സയൻസ് എടുത്ത് പഠിക്കാം. മേത്സിന് പകരം ഹോം സയൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പം അത് ഓരോ പ്രാദേശിക നോക്കിയെടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടഞ്ചേരി സ്കൂളിൽ ഈ ഹോം സയൻസിന്റെ കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ നെടുമങ്ങാട് കാട്ടാക്കട മേഖലയിൽ വരുമ്പോൾ ആ കോമ്പിനേഷൻ ഇല്ല. പക്ഷെ എന്നാലും അത്തരത്തിൽ 9 കോമ്പിനേഷൻ ഉണ്ട്. കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോമേഴ്സിൽ 4 സബ്ജക്ട് ഡിഫറെന്റ് കോമ്പിനേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഹ്യൂമാനിറ്റീസ് ആണ്. ഒരുപക്ഷെ രക്ഷിതാക്കൾ മടിച്ചു നിൽക്കുന്നതായിട്ടുള്ള മേഖലയാണ്. 32 കോമ്പിനേഷനാണ്, ഡിഫറെന്റ് സബ്ജക്ട് കോമ്പിനേഷനാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനകത്തുള്ളത്. സാധ്യതയുള്ളത്. ഇപ്പം വെള്ളനാടിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഗുണമുള്ളത് വെച്ചാൽ വെള്ളനാട് നമുക്ക് ജേർണലിസം ഒരു കോഴ്സുണ്ട്. ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സൈക്കോളജി, വിവിധ മേഖലയിലേക്ക് ഉപരിപഠനത്തിന് തുടർന്ന് പോകാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് കുറച്ചേറെ രക്ഷിതാക്കൾ അത് ബോധമുണ്ടായിരുന്നു. കാരണം ഒരു കാലത്ത് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പെരിങ്ങമല പോലുള്ള ഉൾപ്രദേശങ്ങളിൽ നിന്ന് വെള്ളനാട് വന്ന് താമസിച്ച് മക്കളെ പഠിപ്പിച്ച രക്ഷിതാക്കളുണ്ട്. ബോധ്യമുണ്ട്. അവരെല്ലാവരും ഇപ്പം നല്ല മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് അവർക്ക് പോകാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധി സ്റ്റഡീസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് 32 ഡിഫറെന്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമാനിറ്റീസിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം നമ്മൾ പറയും അവന് BSc പാസ്സായി ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ BSc പാസ്സായി എല്ലാവർക്കും ജോലിയില്ല. പക്ഷേ അത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഡീപ്പായിട്ട് സബ്ജക്ട് തറവായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇന്ന് എല്ലാ മേഖലയിലും ചാൻസ് ഉണ്ട്. ഈവൻ ഹ്യൂമാനിറ്റീസ് ആയാലും കാലത്തല്ലോ BA MA BSc എന്നുള്ള ആ ഒരു കാറ്റഗറി മാത്രമല്ലേ ഉള്ളൂ. ഈ തൊഴിലധിഷ്ഠിതം എന്ന് പറയുമ്പോൾ പിന്നെ IT-യിൽ പോകാം അല്ലേ, IT-യിൽ പോളിയിൽ അങ്ങനെയൊക്കെ പോയാലേ. ഇന്ന് അതല്ല, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തന്നെ ഈ വിവിധങ്ങളായ കോഴ്സുകൾ, ധാരാളം അവസരങ്ങളും അല്ലേ. പക്ഷെ അതിനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രയോജനപ്പെടുത്തുന്ന കാര്യം അല്ലേ, അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പരിധിയുണ്ട്. കാരണം എല്ലാവരും അങ്ങനെ വരില്ലല്ലോ. പിന്നെ ഈ ഇപ്പോൾ എപ്പോഴും ഈ കുട്ടിക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ച് അല്ലേ, അതിനനുസരിച്ച് ഒരു കോഴ്സ് കുട്ടിക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് യഥാർത്ഥം പറഞ്ഞാൽ വേണ്ടത്. മാർക്ക് മാത്രമല്ല, ഏറ്റവും പ്രധാനം ഇവരിപ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത് ബേസിക് സയൻസ്, അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സയൻസ് തന്നെ സ്ട്രീമായിട്ട് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ മേത്സിലെ അഡ്വാൻസ്, ഇതൊക്കെ വരുമ്പോൾ ഇവർക്ക് ഒരു പക്ഷേ ഈ ഇതുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഡീപ്പായിട്ട് ഈ വിഷയങ്ങളെ ഒരു വിഷയം എടുക്കാൻ പോകുന്നതിന് എനിക്ക് കുട്ടികളോട് രക്ഷിതാക്കളോടും പറയാനുള്ളത്, എന്താണ് പഠിക്കാനുള്ളത്. ഞാനിപ്പോൾ സയൻസ് സ്ട്രീം എടുക്കുമ്പോൾ ഓരോ സബ്ജക്ട്സിലും എനിക്ക്
എന്താണ് പഠിക്കാൻ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഒരു പഴയ ആരെങ്കിലും കുട്ടികളെ കണ്ടിട്ട് പുസ്തകം എടുത്ത് വായിച്ചു നോക്കുക, ആ പഴയ കോഴ്സ് പഠിച്ച കുട്ടികളോടൊന്ന് സംസാരിക്കുക. ധാരാളം അവസരങ്ങളുണ്ട്. അപ്പോൾ അവന് തന്നെ ഒരു സ്വയം ബോധ്യപ്പെടും, എന്നെ കൊണ്ട് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ. ആ രീതിയിലേക്ക് രക്ഷിതാക്കളും കുട്ടികളും അവയർനെസ് ഉണ്ടായിട്ട് അത് എടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ട്, അവനുള്ള നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ പാഷൻ, അവൻ്റെ കരിയർ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചുള്ള കോഴ്സ്. ഇപ്പോൾ നമ്മൾക്ക് അറിയാം, സയൻസ് എടുക്കാതെ പോയാൽ ബയോളജി സയൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് ഫർദർ സ്റ്റഡീസ് റെസ്ട്രിക്ഷൻ ഉണ്ട്. കോമേഴ്സ് എടുക്കുമ്പോൾ അതിനനുയോജ്യമായ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് ഏതാണ് വേണ്ടതെന്നതിനെ കുറിച്ച് അവൻ്റെ കരിയർ ആദ്യം ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിനനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതിന് രക്ഷിതാക്കൾ കൂടെ നിൽക്കുന്നതിനാൽ അവൻ ആ മേഖലയിൽ മിടുക്കനാവും. പക്ഷെ നിർബന്ധിച്ച് ചേർക്കുമ്പോഴാണ് പലപ്പോഴും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് പിന്നീട് ചിലപ്പോൾ അവൻ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം വാങ്ങി ചേർന്നിരിക്കും, പക്ഷേ അവൻ്റെ ഇൻഡിഫറൻസ് പഠിത്തത്തിലുടനീളം കാണാൻ പറ്റും. പിന്നെ അങ്ങുള്ള ഫർദർ ഇതിലും ഒരു പ്രശ്നം. അതെ അതെ, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ പ്രിൻസിപ്പളായുള്ള സ്കൂളിൽ ഒന്ന് രണ്ട് രക്ഷിതാക്കളൊന്ന് പറഞ്ഞു, അവന് സയൻസ് മാർക്ക് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പാരൻസ് മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു, സാറേ അവന് ഇത് ഇഷ്ടമില്ലായിരുന്നു, ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ്, അമ്മ നഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് മോനെയും ആ മേലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചെടുത്താണ്. ഇപ്പോൾ അവനത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ശരിക്കും ഒരു വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അടുത്തിന് വേറൊരു കോഴ്സിലേക്ക് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വർഷം ആ കുട്ടിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്, വർഷം നഷ്ടപ്പെടുക. അപ്പോൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കണം അല്ലേ, പിന്നീട് അത് പശ്ചാത്തപിക്കേണ്ടി. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കണം, നമുക്കിപ്പം ഈ ഹയർ സെക്കൻഡറിയിൽ 2 എണ്ണം ഉണ്ട്, അതായത് VHSCയും ഉണ്ട്, നമുക്ക് ഈ 2 ഹയർ സെക്കൻഡറി ഉണ്ടല്ലോ. ഈ തുടർ പഠനം, അതായത് ഇപ്പോൾ ഒരു അടുത്ത പഠനത്തിന് അഡ്മിഷൻ വാങ്ങാൻ ഇതിൽ ഈ VHSC ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുന്നുണ്ടോ? അങ്ങനെ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഹയർ സെക്കൻഡറി സ്ട്രീമിൽ പഠിച്ചു പോകുമ്പോൾ അവർ പഠിക്കുന്നതിൽ കുറച്ച് 3 ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കഴിഞ്ഞാൽ പിന്നെ വൊക്കേഷണൽ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഗ്രിയിലേക്ക് 4 ഇയർ ഇപ്പോൾ UGയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണം BCOമിനാണെങ്കിൽ ടോട്ടൽ മാർക്ക് +2 കിട്ടിയ മാർക്ക് പ്ലസ് അക്കൗണ്ടൻസിയാണ് കൂട്ടുന്നത്. ഫിസിക്സ് എടുത്ത് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം +2 കിട്ടിയ മാർക്ക് ഉണ്ടാകുമ്പോൾ ഫിസിക്സ് ആണ് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചില ഇത് വരും. അവരുടെ സമയത്ത് ഈ ചില വൊക്കേഷണൽ സബ്ജക്ട്സുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഇൻഡെക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ റാങ്കിങ്ങിൽ അല്പം പുറകോട്ട് പോയേക്കാം. പണ്ട് ഈ സുവോളജിക്കും ബോട്ടണിക്കൊക്കെ ഒരു നിശ്ചിത സീറ്റ് ഇവർക്ക് വേണ്ടി റിസർവ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നേരത്തെ 4 ഇയർ UG ആവുന്നതിന് മുമ്പ് സുവോളജി ബോട്ടണിക്കൊക്കെ അങ്ങനെ ഒരു എത്ര സീറ്റ് VHSCക്കാർക്ക് നിന്ന് മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് ചിലപ്പോൾ ഇൻഡെക്സിൽ ചില അല്പം താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വൊക്കേഷണൽ സബ്ജക്ട്സ് മാറ്റി നിർത്തിയാണ് ഇൻഡെക്സ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. മറ്റേതാകുമ്പോൾ 6 സബ്ജക്ട്സാണ്, 6 2 ലാംഗ്വേജും 4 സബ്ജക്റ്റുമാണ് ഹയർ സെക്കൻഡറി പഠിക്കുന്നത്. അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്ന ഇതില്ല, പകരം വൊക്കേഷണൽ സബ്ജക്ട്സ് ആണ്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് അതിനൊരു പ്രാക്ടിക്കലും ഇതൊക്കെ ചേർന്ന് വരുന്നത് കൊണ്ടുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ എന്നാലും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമില്ല. ഈ പറഞ്ഞ പോലെ ഉപരിപഠന മേഖലയിലും ഒരുപാട് സീറ്റുകൾ വിവിധ കോളേജുകളിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് കിട്ടാൻ വലിയ പ്രയാസമായിട്ട് വരുന്നില്ല. ഹയർ സെക്കൻഡറി പഠിച്ച കുട്ടികൾക്ക് പോലും ഈ പ്രൈവറ്റ് മേഖലകളിൽ, അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്ന ധാരാളം കുട്ടികൾ, കാരണം ഇവിടെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ താഴെപ്പെടുന്ന കുട്ടികളാണല്ലോ അങ്ങനെ പോകുന്നത്. പക്ഷേ ധാരാളം കുട്ടികൾ അപ്പോൾ ഈ എന്താണ് ഈ PSC അംഗീകാരവും ആ കോഴ്സുകളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അല്ലേ? തീർച്ചയായും. എനിക്ക് തോന്നുന്നു ഈ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കാൻ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതിന് മുൻപ് ഈ PSC അംഗീകാരമുണ്ടോ അല്ലേ, അത് കേരള സിലബസുമായി അതിന് ബന്ധമുണ്ടോ എന്നായിരിക്കും ഒരുപക്ഷെ ആദ്യം അന്വേഷിക്കാൻ പോകുന്നത്. ഈ കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം PSCയുടെ അംഗീകാരം എന്നത് മാത്രമല്ല, അവർ പഠിക്കുന്ന കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രധാനം. ഈ അഫിലിയേഷനുള്ള യൂണിവേഴ്സിറ്റി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, വാലിഡിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ വലിയ തർക്കം പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുട്ടികളെ ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ പഠിച്ചിറങ്ങി കഴിയുമ്പോഴാണ്, അതിപ്പോൾ ചാർട്ടേഡ് കോഴ്സുകൾക്കായിരിക്കും ചെയ്യിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പം എന്താ പറയുക, ഇപ്പോൾ BCom വിത്ത് CA, BCom വിത്ത് ACCA എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും പറ്റിപ്പോകുന്നത്, ഇവർക്ക് ഡിഗ്രിയും കൊടുക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ കേരളത്തിൽ അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെയോ സർട്ടിഫിക്കറ്റ് ആയിരിക്കത്തില്ല. അത് മേഘാലയയോ മണിപ്പൂരോ അങ്ങനെയുള്ള അതർ സ്റ്റേറ്റിലാണ്. അപ്പോൾ അത് പലപ്പോഴും ഇവിടെ അപ്രൂവൽ കിട്ടാതെ വരുന്നുണ്ട്. ഇവിടത്തെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാഷണൽ ലെവലിലേക്ക് പോകാം. അതിന് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. ചില ഒട്ടുമിക്ക സ്ഥാപനങ്ങൾക്കും UGCയുടെ അപ്രൂവൽ ഇല്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നമ്മളൊരു കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ
അത് ഹയർ സ്റ്റഡീസാണ് പോകുന്നതെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് വാലിഡിറ്റി ഉണ്ടോ, അത് UGC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കുന്നത്, ഇത് മനസ്സിലാക്കാതെ കെണിയിൽ വീഴുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ചാർട്ടേഡ്, ഞാൻ ഇപ്പോൾ ഒരു ചാർട്ടേഡ് കോഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് BCom കഴിഞ്ഞിട്ടൊരു കുട്ടി CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ പിന്നെ ACCA ഒക്കെ എടുക്കണമെങ്കിൽ അവനൊരു മിനിമം കാലിബർ വേണം. കാരണം സാധാരണ ഒരു UG പഠിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റുന്നത് ഒരു കോഴ്സല്ല. അപ്പം ആ കുട്ടി ആദ്യം വിലയിരുത്തേണ്ടത് എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നാണ്. ഈ വ്യാജമായിട്ടുള്ള ചില പിന്നെ കരിയർ ഗൈഡൻസിൽ ചെന്ന് ചാടിയിട്ടും ഈ ആൾക്കാർ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കോഴ്സുകൾ എടുപ്പിക്കുന്നുണ്ട്. ഒരു പ്രശ്നം, വലിയൊരു തുകയാണ് ഫീസായിട്ട് കൊടുക്കുന്നത്. അത് ഇന്ന് മിക്കവാറുള്ള ബാങ്കുകളും ഒക്കെ ലോണും കൊടുക്കുന്നുണ്ട്. ഇതൊരു വലിയ ബാധ്യതയായി കവർ ചെയ്യാൻ കുട്ടിയുടെ ബുദ്ധിക്ക് പറ്റാതെ വരുമ്പോൾ അവന് അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഒരു പക്ഷേ ആ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ഇവിടെ വാലിഡിറ്റി ഇല്ലാത്ത സാഹചര്യം വരുന്നുണ്ട്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ കോടതിയുടെ മുമ്പിലൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ പോകുമ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോഴ്സിന് ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ അല്ലെങ്കിൽ UGC നാഷണൽ അപ്രൂവൽ ഉണ്ടായിരുന്നാൽ മതി. അതിൻ്റെ അപ്രൂവൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന, ആ കോളേജിന് അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ ധാരാളം കാര്യങ്ങൾ, അതായത് ആശങ്കയുള്ള രക്ഷിതാക്കൾക്ക് പിന്നെ ധൈര്യപൂർവ്വം ധൈര്യപൂർവ്വം ഏത് കോഴ്സ് വേണോ, അതായത് കുട്ടിക്ക് അനുയോജ്യമായ, അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ച്, കുട്ടിയുമായി സംസാരിച്ച്, അല്ലെങ്കിൽ ഇതിന് മുൻപേ നടന്നുപോയവരുമായിട്ടും കൂടെ സംസാരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതാവും. ഇപ്പം നമ്മുടെ പുറത്തുള്ള പ്രദേശങ്ങളിലൊക്കെ സംബന്ധിച്ചോളം അവർക്ക് ഈ കരിയർ ഓറിയന്റേഷൻ കൊടുക്കാനും അവരുടെ എന്താണ് അവരുടെ ശരിക്കുള്ള ആസ്പിറേഷൻസ് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. ഇന്ത്യയിലും ഉണ്ട്, പെയ്ഡാണ് പലതും. പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ തന്നെ കരിയർ ഗൈഡൻസ് സെല്ലുണ്ട്. അവർ ഇതുപോലെ ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇവൻ്റെ കോർ ഏരിയ ഏതാണ് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് അവർ അതിനുശേഷം കൊടുക്കുന്നുണ്ട്. അതുപോലെ പുറത്ത് ഒരുപാട് ഏജൻസികളുണ്ട്. ഒരു പക്ഷേ കഴിയുമെങ്കിൽ അവിടെ പോയി ആ കുട്ടിക്കുള്ള പിന്നെ ഈ കോളേജ് ഏത് മേഖലയിലാണ് അവൻ്റെ പ്രാവീണ്യം, ഏത് മേഖലയാണ് ശോഭിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി സെലക്ട് ചെയ്യുന്നതും തീരെ ബുദ്ധിമുട്ടുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ട്. കുട്ടികൾ പലപ്പോഴും ഈ എൻ്റെ കൂടെ പഠിച്ച ആൾ എന്ത് എടുക്കുന്നു എന്നാണ് അത് വളരെ പ്രധാനമാണ്. കുട്ടി ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ഇതിന്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല. പലരും ചിലരെങ്കിലും കൂടെ പഠിച്ച കൂട്ടുകാർ എവിടെയാണ്, ഏത് സ്കൂളിലാണ്, ഏത് കോഴ്സാണ് അവൻ എടുത്തത്, അതാണ് അവരുടെ മാനദണ്ഡം. അവർക്ക് ഒരുപക്ഷെ അവർക്ക് ഇതിന്റെ അറിവില്ലായ്മ ആയിരിക്കാം പലരും. ഇപ്പൊ നമ്മൾ ഇതൊക്കെ മാറി വിരൽ തുമ്പിൽ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും പല കുട്ടികൾക്കും ഈ പറഞ്ഞ മേഖലയിലെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തൊഴിൽ മേഖല ഒരുപാട് മാറുകയാണ്. അപ്പം നമ്മളിപ്പം പഠിച്ചു വരുന്ന നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ പഠിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല പഠിച്ചിറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മാറുന്നുണ്ട്. ഈ ഹ്യൂമാനിറ്റീസ് തന്നെ എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസ് തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ പുതുതായിട്ട് വരുന്നുണ്ട്, പുതിയ മേഖലകളിൽ വരുന്നുണ്ട്. വലിയ ഇപ്പോൾ നമ്മളുടെ സംസാരം കേൾക്കുന്ന പലർക്കും ഈ ഹ്യൂമാനിറ്റീസിന്റെ സാധ്യതകളായിരിക്കാം അവരുടെ മനസ്സിൽ പെട്ടെന്ന് കിട്ടുന്നത്. കാരണം ഇത്രയധികം കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് നമ്മൾ പോലും അറിയുന്നത്. കാരണം മറ്റ് സയൻസിന് ഇത്ര വിഷയങ്ങൾ, അല്ലെങ്കിൽ മാത്സിന് ഇത്ര വിഷയങ്ങൾ, പുറത്തേക്ക് അല്ലേ 30-32 കോഴ്സുകൾ ഈ സബ്ജക്ട് കോമ്പിനേഷൻസ് ഈ ഒരു വിഷയത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിലേക്കാണ് ഒരുപക്ഷെ രക്ഷിതാക്കൾ പോവേണ്ടതെന്ന്. അതൊന്ന് വിശകലനം ചെയ്യുക, കുട്ടിക്ക് അതിൽ ആ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളത് നോക്കുക, അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വിലയിരുത്തുക. അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇപ്പോൾ സിവിൽ സർവീസ് ലക്ഷ്യമിടുന്നവർ, നമ്മളെ സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാരുടെ ടോക്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അത് ചെറിയ ഇതിലേ തന്നെ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കരിയർ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. തള്ളെപ്പോഴും സയൻസാണ് ആദ്യം, ഫസ്റ്റ് ഓപ്ഷൻ സയൻസാണ്. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ വടക്കോട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. അവർ പറയുന്നത് അവിടെ ആദ്യം കോമേഴ്സാണ് അതിനുശേഷമാണ് സയൻസ്. കോമേഴ്സും ഹ്യൂമാനിറ്റീസും കിട്ടിയില്ലെങ്കിൽ സയൻസ് എടുക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട്. ഇപ്പോൾ കാസർഗോഡ് മലപ്പുറം മേഖലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്കൂളുകൾ അങ്ങനെയും വരുന്നുണ്ട്. കാരണം പിന്നെ ഈ മറ്റൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ പോകുന്ന അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഇപ്പം പിന്നെ വടക്കൻ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ അവരതെല്ലാം ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികളും ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആശങ്കകൾ ഒഴിവാക്കാം, ഭാവി ജീവിതം അവർക്ക് സുരക്ഷിതമാക്കാനും പറ്റും. എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ, ധാരാളം അറിവ് ഒരുപക്ഷെ ഈ കുറച്ച് വർത്തമാനത്തിനിടയ്ക്ക് കിട്ടി. അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്രയും കാലം സഹകരിച്ചത് സാറേ.